നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോരക്കുഞ്ഞിനെ ഫ്ളാറ്റിന്റെ 5ാം നിലയിലെ ജനാലയിലൂടെ വലിച്ചെറിഞ്ഞ പെൺകുട്ടി. കാമുകൻ ബിഗ് ഷോപ്പറിൽ ഇട്ടുകൊണ്ടുപോയി ശ്വാസം മുട്ടിച്ചു കൊന്ന കുഞ്ഞ്. അമ്മ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ നവജാത ശിശു. പിറന്നയുടൻ ചോരക്കുഞ്ഞിനെ സ്വന്തം വീടിന്റെ പാരപ്പറ്റിൽ വെച്ചിട്ട് കാമുകനെ കൊണ്ട് കുഴിച്ചു മൂടിച്ച പെൺകുട്ടി. ദിവസവും കേൾക്കുന്ന എത്രയെത്ര കഥകൾ. ആ കുഞ്ഞുങ്ങളെ ചെവി അറിയാതെ അമ്മമാർക്ക് രക്ഷിക്കാമായിരുന്നു. മറ്റൊരു വീടിന്റെ പ്രകാശമാക്കി ആ കുഞ്ഞുങ്ങളെ മാറ്റാനുള്ള അവസരമാണ് നിങ്ങൾ കുഴിച്ചു മൂടിയത്. മാനക്കേടും പേരുദോഷവും ഒഴിവാക്കാൻ എത്രയോ മാർഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത്തരം വാർത്തകൾ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കുഞ്ഞും അമ്മയുമുണ്ട്. 18 വർഷം മുമ്പ് ഞാൻ കണ്ട ഒരു നവജാത ശിശുവിന്റെ മുഖം. ആ അനുഭവം ഇന്ന് പങ്കുവയ്ക്കാം. അന്ന് ഞാൻ കോഴിക്കോട് മാതൃഭൂമിയിൽ പത്രപ്രവർത്തകയാണ്. കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ഹോസ്റ്റലിലാണ് എൻ്റെ താമസം. ആ സ്ഥാപനത്തിന്റെ ഒരു ഭാഗത്ത് വലിയൊരു സാമൂഹ്യ പ്രവർത്തനവും നടക്കുന്നുണ്ട്. അനാഥരും ബുദ്ധി വളർച്ച കുറഞ്ഞവരുമായ കുറെ പെൺകുഞ്ഞുങ്ങളെ അവിടെ പോറ്റുന്നുണ്ട്. അവരെ ഹാൻഡ് എംബ്രോയിഡറി പഠിപ്പിക്കുന്നു. അതിമനോഹരമായി കൈത്തുന്നൽ ചെയ്യാൻ പരിശീലിച്ചു കഴിഞ്ഞ് പുറത്തു നിന്നുള്ളവരുടെ സാരികളിലും ചുരിദാറുകളിലും ആ വർക്ക് ചെയ്തു കൊടുക്കുന്നു. അവരെ പോറ്റാനുള്ള പ്രധാന വരുമാനമാണത്. ഈ കുഞ്ഞുങ്ങൾ മഠത്തിലെ സ്ഥിരം താമസക്കാരായ ഞങ്ങളെ കാണുമ്പോൾ ഓടി വരികയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. മഠത്തിന്റെ മറ്റൊരു ഭാഗത്ത് എപ്പോഴും കുറെ യുവതികളെ കാണാം. അവിടെ പുതുമുഖങ്ങൾ മാറി മാറി വരും. അവർ മറ്റാരുമായും ഇടപെടാറില്ല. അവരൊക്കെ ഗർഭിണികളായിരുന്നു. നിരാശ നിറഞ്ഞ ഖനീഭവിച്ച മുഖത്തോടെ അവർക്ക് അനുവദിച്ച പാർപ്പിടത്തിന്റെ ഇത്തിരി മുറ്റത്ത് വൈകുന്നേരങ്ങളിൽ നിൽക്കുന്നത് ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. അവിടുത്തെ സോഷ്യൽ വർക്കറായ കന്യാസ്ത്രീയിൽ നിന്നാണ് അവരെപ്പറ്റി ഞാൻ അറിഞ്ഞത്. പ്രണയച്ചതിയിൽ ഗർഭിണികളായവർ, ബലാത്സംഗത്തിന്റെ ഇരകൾ തുടങ്ങിയവരാണ് അവർ. ഗർഭചിത്രത്തിന് സമയം കഴിഞ്ഞതിനെ തുടർന്നോ അതിന് മനസ്സു വരാത്തവരോ പുറം ലോകം അറിയരുതെന്ന് നിർബന്ധമുള്ളവരോ ഒക്കെയാണവർ. ചില മാസങ്ങൾ ഒളിച്ചു പാർത്ത് പ്രസവം കഴിഞ്ഞ് അവർ മടങ്ങും. കുഞ്ഞിനെ ദത്തെടുക്കലിന് നിയമപരമായി കൈമാറുന്നവരാണ് ഏറെയും. അപൂർവം ചിലർ പ്രസവശേഷം കുഞ്ഞിനെ കൊടുക്കാൻ മടിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാം. അപമാനഭാരം കൊണ്ട് ഒരാളും ഒരു കുഞ്ഞിന്റെ ജീവൻ നശിപ്പിക്കാതിരിക്കട്ടെ എന്ന ചിന്തയോടെ തുടക്കമിട്ടതാണ് ഈ സംവിധാനം. പിന്നീട് എൻ്റെ കൂട്ടുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ആനി ബാബു ആവശ്യപ്പെട്ട പ്രകാരം ഒരു പെൺകുട്ടിയെ ഞാൻ അവിടെ എത്തിക്കുകയും ചെയ്തു. അവൾ മധ്യ കേരളത്തിൽ നിന്ന് ഉള്ളവളായിരുന്നു. ചതിക്കപ്പെട്ടു എന്നേ പറഞ്ഞിരുന്നുള്ളൂ. മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അവളുടെ ഗർഭാവസ്ഥ അറിയില്ല. മറ്റൊരു അകന്ന ബന്ധുവാണ് അവളെ എൻ്റെ കൂട്ടുകാരിയുടെ സ്ഥാപനത്തിൽ എത്തിച്ചത്. ആത്മഹത്യയല്ലാതെ മുന്നിൽ മറ്റൊരു വഴിയുമില്ലാത്ത ഒരു പെൺകുട്ടി. 7ാം മാസമാണ് അവളെ കോഴിക്കോട്ടെ സ്ഥാപനത്തിൽ ഞാൻ എത്തിച്ചത്. പ്രസവം വരെയുള്ള 3 മാസങ്ങളിൽ ഇടയ്ക്കിടെ ഞാൻ അവളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അവൾക്ക് ഒരാപത്തും വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രസവം അടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, പേടിയുണ്ടോ കുട്ടി? അമ്മയെ കാണണം എന്ന് തോന്നുന്നുണ്ടോ? അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഇത്തരം ഘട്ടത്തിൽ ഏതു പെണ്ണും കൊതിക്കുന്നത് അമ്മയുടെ സാമീപ്യമാണല്ലോ. പക്ഷെ ഉറ്റവർ ആരും അറിയാതിരിക്കട്ടെ എന്നായിരുന്നു അവളുടെ ആഗ്രഹം. എങ്ങനെ ഗർഭിണിയായി, ആരാണ് ഉത്തരവാദി എന്നൊന്നും ഞാൻ ചോദിച്ച് അവളെ വിഷമിപ്പിച്ചില്ല. അവൾ പറഞ്ഞുമില്ല. 2-3 ദിവസം കഴിഞ്ഞ് അവരെ നോക്കുന്ന കന്യാസ്ത്രീ എന്നോട് പറഞ്ഞു, ആ പെൺകുട്ടിയെ തലേന്ന് ആസ്പത്രിയിലാക്കി, അവൾ പ്രസവിച്ചു, അമ്മയും കുഞ്ഞും സൗഖ്യമായിരിക്കുന്നു എന്ന്. 2 നാൾ കഴിഞ്ഞ് ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ വിളിച്ചറിയിച്ചു, സന്ദർശകരുണ്ട്, പുറത്തേക്കൊന്ന് വരാമോ എന്ന്. ഞാൻ ചെല്ലുമ്പോൾ ആ യുവതിയുടെ ബന്ധുവാണ്. അയാൾ എന്നെ റോഡിൽ കാത്തുകിടന്ന ഓട്ടോയുടെ അടുത്തേക്ക് നയിച്ചു. അതിനുള്ളിൽ ടർക്കി ടൗലിൽ പൊതിഞ്ഞ ഒരു ചോര കുഞ്ഞിനെ മാറോട് ചേർത്ത് ആ യുവതി ഇരിപ്പുണ്ട്. കുഞ്ഞിനെ എന്നെ കാണിച്ച് യാത്ര പറയാൻ എത്തിയതാണ്. എൻ്റെ കയ്യിൽ പിടിച്ച് നിറഞ്ഞ കണ്ണുകളോടെ അവൾ മൗനമായി തലയാട്ടി. ഒരക്ഷരം ഉരിയാടിയില്ല. എവിടേക്കാണ് പോകുന്നത്? എന്തു പറഞ്ഞാണ് കുഞ്ഞുമായി ഇനി സമൂഹത്തിൽ ജീവിക്കുക? വീട്ടുകാർ അറിയില്ലേ?
ഞാൻ ചോദിച്ചു. ഇപ്പോൾ തന്നെ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. 5-6 മാസം കഴിയുമ്പോഴേക്കും അവിടെ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. എന്ത് നേരിട്ടാലും അവൾക്ക് കുഞ്ഞിനെ വേണം, ആർക്കും വിട്ടുകൊടുക്കില്ല എന്നാണ് വാശി. ബന്ധു പറഞ്ഞു. അമ്മയുടെ സ്നേഹം ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? മനഃപൂർവ്വം ഞാൻ അവളെ ഒന്ന് നോവിക്കാനായി ചോദിച്ചു. അവൾ ദയനീയമായി എന്നെ ഒന്ന് നോക്കി. പിന്നെ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നമ്മൾ കാണുമോ എന്നറിയില്ല, ആരും ഇത് അറിയരുതേ. ഒരിക്കലുമില്ല, നീ സമാധാനത്തോടെ പോകൂ, നല്ലതു വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവളെ യാത്രയാക്കി. ഞാൻ ഈ പെൺകുട്ടിയെ കാണുമ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാരി കോഴിക്കോട്ടെ പ്രീത എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പ്രീത എന്നോട് പറഞ്ഞു, ചേച്ചി എന്നാലും ഇവളെ സമ്മതിക്കണം. കല്യാണം കഴിക്കാതെ ഗർഭിണിയായി, സ്വന്തം അച്ഛനമ്മമാർ പോലും അറിയാതെ ഒളിച്ചു പാർത്ത് പ്രസവിച്ച് കുട്ടിയുമായി ഇപ്പോൾ സ്ഥലവും വിട്ടു. അവിവാഹിതയായ പ്രീതയ്ക്ക് അതൊക്കെ ഒരു അത്ഭുത കാഴ്ചയായിരുന്നു. ആ കുഞ്ഞിന് ഇപ്പോൾ 18 വയസ്സായിട്ടുണ്ടാവും. അവരിപ്പോൾ എവിടെയാണോ എനിക്കറിഞ്ഞുകൂടാ. ഏതപമാനം നേരിട്ടാലും ഞെക്കിക്കൊല്ലാതെ, ശ്വാസം മുട്ടിക്കാതെ, വലിച്ചെറിയാതെ, അമ്മത്തൊട്ടിലിൽ കിടത്താതെ എന്തും സഹിക്കാൻ തയ്യാറായി തന്നൊന്തുപെറ്റ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച ഒരമ്മ. ആ കുഞ്ഞിനെയും അമ്മയെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കുഞ്ഞിനായി രജിസ്റ്റർ ചെയ്തു വർഷങ്ങളായി കാത്തിരിക്കുന്ന 100 കണക്കിന് ദമ്പതികളുടെ നാടാണ് കേരളം. നിങ്ങൾ വലിച്ചെറിയാൻ പോകുന്ന കുഞ്ഞ് മറ്റൊരു വീട്ടിലെ രാജകുമാരിയോ രാജകുമാരനോ ആയി വളരും. കൊലപാതകത്തിന്റെ കുറ്റബോധം പേറി ഈ ജന്മം മുഴുവനും ജീവിക്കുകയും വേണ്ട, ജയിലിൽ കിടക്കുകയും വേണ്ട, ആരുമൊട്ട് അറിയുകയുമില്ല. ഒരു പെൺകുട്ടി ചതിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവളുടെ സ്വതന്ത്ര ജീവിതത്തിന്റെ അനന്തരഫലമായി ഗർഭം പേറുമ്പോൾ അവളെ കുറ്റം വിധിക്കാൻ എളുപ്പമാണ്. എന്നാൽ അവളെ ഒറ്റപ്പെടുത്താതെ ഒപ്പം നിൽക്കാൻ എത്രയെത്ര സ്ഥാപനങ്ങൾ ഈ കേരളത്തിലുണ്ട്. സാമൂഹ്യ പ്രവർത്തകരുണ്ട്, ദത്തെടുക്കൽ സ്ഥാപനങ്ങളുണ്ട്, അമ്മ തൊട്ടിലുകളുണ്ട്. എന്നിട്ടും നമ്മളെന്താ ഇങ്ങനെ കൊലപാതകികളാവുന്നത്? ആ അല്പപ്രാണനെ അമ്മത്തൊട്ടിയിൽ കൊണ്ടുവയ്ക്കുന്നതല്ലേ കുഴിയെടുത്ത് മൂടുന്നതിലും വലിച്ചെറിഞ്ഞു കൊല്ലുന്നതിലും ശ്വാസം മുട്ടിക്കുന്നതിലും എളുപ്പം. ഒരു ജീവനെ പോലും നശിപ്പിക്കാൻ നമ്മൾക്ക് ഇടയാവാതിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീണ്ടും കാണാം.